ക്ലോത്ത് ഡയപ്പർ ട്രൈ ചെയ്തിട്ടുണ്ടോ? സംഭവം സൂപ്പറാണ്. മൂത്തയാളെ 5-ാം മാസം മുതലും ഇളയാളെ എക്സ്ക്ലൂസീവായിട്ടും ക്ലോത്ത് ഡയപ്പർ ചെയ്ത അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. എൻ്റെ വാക്ക്. ഡയപ്പർ എന്ന് പറയുമ്പം ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന പ്ലാസ്റ്റിക് ഡയപ്പറാണ്. പക്ഷേ അതിങ്ങനെ വാങ്ങിച്ചുണ്ടല്ലോ കയ്യിലെ കാശ് തീരുന്ന വഴി അറിയില്ല. ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് എന്നും പറഞ്ഞ് ഞാൻ ഇപ്പം തന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന അമ്മമാരെ ഞാൻ വേവലാതിപ്പെടുത്തുന്നില്ല. അത് രണ്ടാമത്തെ വിഷയം. ഈ പ്ലാസ്റ്റിക് ഡയപ്പർ വാങ്ങിച്ചിട്ടുള്ള പൈസ എന്തായാലും എല്ലാവർക്കും ഒരു വലിയ ഡ്രെയിൻ തന്നെയാണ്. അപ്പം നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ട്രൈ ചെയ്യാവുന്ന ഒരു മാർഗ്ഗം തന്നെയാണ് ക്ലോത്ത് ഡയപ്പർ. അതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് നനച്ച് വീണ്ടും നനച്ച് ഒരു 300 വാഷ് വരെയൊക്കെ നമുക്ക് ക്ലോത്ത് ഡയപ്പർ ഉപയോഗിക്കാൻ പറ്റും. ഞാൻ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 ക്ലോത്ത് ഡയപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കുട്ടിയെ സക്സസ്ഫുള്ളായിട്ട് എക്സ്ക്ലൂസീവായിട്ട് തന്നെ ക്ലോത്ത് ഡയപ്പർ ചെയ്യാൻ പറ്റും. നമ്മൾ ഡയപ്പർ ഇടിക്കാത്ത കുറച്ച് സമയമുണ്ടല്ലോ കുഞ്ഞുങ്ങൾക്ക്, അതുമൊക്കെ കൂടെ കൂട്ടി ഈ ഒരു 5 എണ്ണം എന്തായാലും മതിയായിരിക്കും. പിന്നെ നമ്മുടെ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ മഴയൊക്കെ വരുമ്പോഴാണ് ഈ ഉണങ്ങി കിട്ടാനുള്ള ബുദ്ധിമുട്ടുമൊക്കെ വരുന്നത്. അപ്പോൾ പോലും നമ്മൾ 1-2 പ്ലാസ്റ്റിക് ഡയപ്പർ വാങ്ങിച്ചാൽ പോലും അതൊരു വലിയ കുറ്റമോ തെറ്റോ അല്ല. അത് നമ്മൾ ഇടയ്ക്ക് അത്യാവശ്യം ഉപയോഗിച്ചാലും ഈ 5 എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും തന്നെ നമുക്ക് പ്ലാസ്റ്റിക് ഡയപ്പർ ഇല്ലാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ കാര്യമായിട്ട് തന്നെ അതിനെക്കുറിച്ച് പഠിക്കണം. ഈ പല ബ്രാൻഡുകൾക്കും ക്ലോത്ത് ഡയപ്പറുകളുണ്ട്. ഞാനൊരു പ്രത്യേക ബ്രാൻഡിൻ്റെ ക്ലോത്ത് ഡയപ്പറാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിന് ഞാൻ ആദ്യം ചെയ്തത് ഇതിൻ്റെ വെബ്സൈറ്റിൽ പോയി കാര്യമായിട്ട് പഠിച്ചു. അവർ തന്നെ യൂട്യൂബ് വീഡിയോസ് ഉണ്ടായിരുന്നു, ആ വീഡിയോസ് നോക്കി പഠിച്ചു. പിന്നെ ഞാൻ കണ്ടുപിടിച്ചു ഫേസ്ബുക്കിലൊക്കെ ഇതിൻ്റെ കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അമ്മമാർ ഇതിനെപ്പറ്റി ഒക്കെ ഉപയോഗിച്ചതിനെപ്പറ്റിയും അവരുടെ സംശയങ്ങളും ഒക്കെ ചോദിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളുള്ള ഒരു കമ്മ്യൂണിറ്റി. അതിന് ഈ ബ്രാൻഡിൻ്റെ തന്നെ ആൾക്കാർ വന്ന് കൃത്യമായി മറുപടി തരും. അപ്പം നമ്മളിത് ക്ലോത്ത് ഡയപ്പർ ഉണ്ടെന്ന് കേട്ടു, ആമസോണിൽ നോക്കി അല്ലെങ്കിൽ ഫസ്റ്റ് ക്രൈ നോക്കി ഒരു സാധനം കണ്ടു, വാങ്ങിച്ചു, നേരെ ഇടിയിച്ചു, ശരിയാവുന്നില്ല, വർക്കാവുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിയെടുത്ത് അലമാരി വെക്കല്ലേ. നമ്മൾ ഈ സാധനത്തെപ്പറ്റി കാര്യമായിട്ട് പഠിക്കണം. ഒന്നാമത്തെ കാര്യം, ക്ലോത്ത് ഡയപ്പർ വാങ്ങിച്ച ഉടനെ തന്നെ നമ്മൾ ആദ്യം അത് വാഷ് ചെയ്യണം. ഇതിനകത്ത് പല ഓയിൽസും ഒക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് ഇതിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഫ്രഷായിട്ട് വാങ്ങിച്ച ആ എക്സൈറ്റ്മെൻറ്റിൽ അപ്പം തന്നെ കൊച്ചിനെ ഇടിയിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ലീക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് നനച്ച് കഴിഞ്ഞിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ ഫസ്റ്റ് വാഷ് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ്, ഇതിൻ്റെ ഈ ഓരോ ബ്രാൻഡ്, ഇപ്പോൾ നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന ബ്രാൻഡിൻ്റെ അവർ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരും. അത് കൃത്യമായി തന്നെ ഫോളോ ചെയ്യണം. ഒരു ക്ലോത്ത് ഡയപ്പർ കൈ കിട്ടിയിട്ടുണ്ട്. അത് എന്തായാലും കൃത്യമായിട്ട് കാണിച്ചു തരാണ്ട് ഇത് ഉപയോഗമാവും. അപ്പം ഇങ്ങനെ ഒരു ഇങ്ങനെ തുറക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ ഔട്ടർ ഷെല്ലെന്ന് പറയുന്നത്. ഈ ഒരു ഷെല്ലും അകത്തുള്ള ഒരു പാഡുമാണ് ഇതിൻ്റെ മെയിൻ എലമെൻറ്റ്. ഇതൊക്കെ എക്സ്ട്രാ ആണ്, ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഈ ക്ലോത്ത് ഡയപ്പർ ഇത് കണ്ടോ, ഇങ്ങനത്തെ സ്നാപ്പ് ബട്ടൺസ് വെച്ചാണ് മിക്കവാറും അഫിക്സ് ചെയ്യുന്നത്. അതെന്താണെന്നറിയാമോ? ഇതെല്ലാം സെപ്പറേറ്റഡ് ആക്കിയിട്ട് വേണം നമ്മൾ നനയ്ക്കാനായിട്ട്. ഉണങ്ങാനൊക്കെ അതാണ് സൗകര്യം. ഇങ്ങനൊരു പാഡാണ്. ഈ നമ്മൾ ക്ലോത്ത് ഡയപ്പറിൽ നോക്കുമ്പം മിക്കവാറും ഇങ്ങനെ മടക്കി വെക്കാവുന്ന തുണിയുടെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഈ മടക്കി വെക്കാവുന്ന തുണി കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് ചിലപ്പോൾ നമ്മൾ ഒറ്റ പാഡായിട്ടുള്ള വാങ്ങും. പക്ഷേ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുക, ഇങ്ങനെ മടക്കി വെക്കാവുന്ന പാഡുള്ളതാണ് നല്ലത്. എന്താണെന്നറിയാമോ? ഇങ്ങനെ മടക്കി വെച്ച് നമുക്ക് ഉപയോഗിക്കാം. അലക്കി ഉണക്കാനിടാൻ നേരം ഇങ്ങനെ വിടർത്തി വെക്കുമ്പോൾ അത് വേഗം ഉണങ്ങും. അതുകൊണ്ടാണ് ഈ മടക്കി വെക്കാവുന്ന തരം തുണി വാങ്ങണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ മെയിൻ പാഡാണ് പ്രധാനമായിട്ടുള്ളത്. നമ്മൾ പകൽ സമയം ഡയപ്പർ ചെയ്യുമ്പം ഈ ഒരൊറ്റ പാഡ് ഉപയോഗിച്ചാൽ മതി. ഒരു 3 hours കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 4 hours കഴിയുമ്പോൾ ഡയപ്പർ മാറ്റണം. കുഞ്ഞിന് എത്ര തവണ മൂത്രം ഒഴിക്കും എന്നുള്ള ഏകദേശം ഐഡിയ നമുക്ക് കിട്ടുമല്ലോ. ഇത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര വേഗം ഇത് ഫില്ലാവുന്നു, കുഞ്ഞ് കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവനുസരിച്ചൊക്കെ. അപ്പോൾ അത് നോക്കി അത് മാറ്റാൻ പറ്റും. അപ്പോൾ പകൽ സമയത്ത് ഈ ഒരു പാഡ് മാത്രം വെച്ചിട്ട് ഒരു 3 to 4 hours ഒക്കെ ഈ ഡയപ്പർ ഉപയോഗിക്കാൻ പറ്റും. പകൽ സമയത്ത് 3 to 4 hours കൂടുതൽ നമ്മൾ പ്ലാസ്റ്റിക് ഡയപ്പറാണെങ്കിലും വെച്ചോണ്ടിരിക്കാൻ പാടില്ല. ഒരു രാവിലെ ഞാൻ കെട്ടിവിട്ടാൽ രാത്രിയല്ല അത് മാറ്റേണ്ടത്, അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റണം. അത് അല്ലെങ്കിൽ കുഞ്ഞിന് കേടാണ്. അപ്പം ഈ ഒരു ഷെല്ലും ഈ ഒരു പാഡും ഉണ്ടെങ്കിൽ നമുക്ക് പകൽ സമയത്ത് ഡയപ്പർ ചെയ്യാം. പിന്നെ ഈ കാണുന്നുണ്ടല്ലോ എക്സ്ട്രാ ഒരു ബൂസ്റ്റർ പാഡാണ്. ഇതെന്തെന്നറിയാമോ? നൈറ്റ് ടൈം ഡയപ്പറിങ്ങിന് വേണ്ടിയിട്ടാണ്. നൈറ്റ് ടൈം നമ്മൾ ഈ 3-4 hours കൂടുമ്പോൾ മാറ്റണ്ട.
നമ്മളൊരു 8:30-9 ആകുമ്പോൾ കുഞ്ഞ് കിടന്നിട്ട് രാവിലെ 7 മണിക്കോ ഒക്കെയാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ ഈ ഒരു മെയിൻ പാഡും ഈ ഒരു ബൂസ്റ്റ് പാഡും ഉണ്ടെങ്കിൽ സുഖമായിട്ട് രാവിലെ വരെ ഈ ഒരു ഡയപ്പർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ലീക്കാവില്ല. അതെന്താണെന്ന് വെച്ചാൽ രാത്രി ഇവർ മൂത്രം ഒഴിക്കുന്നതിൻ്റെ കൗണ്ട് കുറയും. പകൽ ഒഴിക്കുന്ന അത്രയും രാത്രി മൂത്രം ഒഴിക്കില്ല, വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു 2 പാഡും കൊണ്ട് തന്നെ നമുക്ക് മൂത്രം ഒഴിച്ച് ലീക്കൊന്നും വരാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷെ ചില കുട്ടികളുണ്ട്, അവർ ഹെവി വെറ്റേഴ്സാണ്, അതായത് രാത്രി ആയാലും പകലായാലും മൂത്രം ഒഴിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ 2 പാഡ് വേണ്ടി വരും. അപ്പോൾ നമ്മളൊരിക്കും എല്ലാം കൂടി ഇങ്ങനെ വീർത്ത് കെട്ടി ഇരിക്കത്തില്ല എന്ന് വിചാരിക്കും. വീർത്ത് കെട്ടിയൊന്നും ഇരിക്കത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇവരുടെ ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് വായിക്കണം. എങ്ങനെ ഇത് പൊതിഞ്ഞ് വെച്ച് അധികം കട്ടി തോന്നാത്ത പോലെ പാക്ക് ചെയ്ത് ഇങ്ങനെ ഇതിനകത്ത് വെച്ച് ഇങ്ങനെ ഒതുക്കി വെച്ച് കഴിയുമ്പം അത്ര വലിയ കട്ടിയൊന്നുമില്ല. ഇതിനകത്ത് വെച്ച് നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കണം. ഇനി കെട്ടിക്കൊടുക്കുമ്പോൾ ഇതിന് പലതരം സ്നാപ്പ് ബട്ടൺസ് ഉണ്ട്. സ്നാപ്പ് ബട്ടൺ ഉള്ളതും ഇല്ലാത്തതൊക്കെ ഉണ്ട്. പുതിയ വേർഷൻസിൽ സ്നാപ്പ് ബട്ടൺ ഇല്ലാതെയൊക്കെ വരുന്നുണ്ട്. ഇത് പ്രായം അനുസരിച്ച്, കുഞ്ഞിൻ്റെ മാസം അനുസരിച്ച് വലുതും ചെറുതും ആക്കുന്നതിനാണ് ഈ സ്നാപ്പ് ബട്ടണൊക്കെ ഉള്ളത്. ഇപ്പോൾ അങ്ങനെ ഇല്ലാത്തതൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ളതാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഫിറ്റ് കറക്റ്റ് ആയിരിക്കണം. നമ്മൾ ലൂസായിട്ട് ഇടിക്കരുത്. അയ്യോ കുഞ്ഞിന് ടൈറ്റായിട്ടിരിക്കുന്നു, പ്രശ്നമാകും, ഇറുകി പിടിച്ചല്ലോ എന്നൊക്കെ വിചാരിച്ച് ലൂസാക്കി വിട്ടാൽ ഇത് സൈഡിൽ നമ്മൾ ഈ ഭാഗമില്ലേ ഇടുക്ക് വരുന്നത്, അവിടെ ലൂസായി പോയി കഴിഞ്ഞാൽ മൂത്രം ഒഴിച്ചതിനിടെ കൂടെ പോകത്തില്ലേ. പിന്നെ ക്ലോത്ത് ഡയപ്പറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ലീക്കായിന്ന്. അത് കറക്റ്റ് ഫിറ്റിംഗ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ അണ്ടർ ഗാർമെൻറ്റ്സ് എങ്ങനെ ഉപയോഗിക്കുന്നത്, അത് ലൂസാക്കി വെക്കും നമ്മൾ ഈ ടൈറ്റായിട്ട് ഇരിക്കുന്നത്. അത് അത്യാവശ്യം ഫിറ്റായിട്ടല്ലേ ഇരിക്കുന്നത്. അങ്ങനെ ഫിറ്റായിട്ട് വേണം ക്ലോത്ത് ഡയപ്പർ ഇരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ഉപയോഗിക്കുന്ന രീതി സംശയങ്ങളുണ്ടെങ്കിൽ ഈ ബ്രാൻഡിനെ തന്നെ അപ്രോച്ച് ചെയ്ത്. പലർക്കും വളരെ സക്സസ്ഫുള്ളായി പോകുന്ന ഹെൽപ്പ് ലൈൻ നമ്പേഴ്സും ഒക്കെ ഉണ്ട്, വാട്സാപ്പ് വഴിയുള്ള കോൺടാക്ട്സ്, ഈ ഹെൽപ്പ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് സംശയങ്ങൾ തീർത്ത് ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ അവർ കറക്ഷൻസ് പറയും. അങ്ങനെയൊക്കെ ചെയ്ത് കറക്റ്റായിട്ട് അവർ പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ സക്സസ്ഫുള്ളാണ്. പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ വാഷ് റുട്ടീനാണ്. ഇത് കഴുകുന്നത് ഇപ്പം ചില ആൾക്കാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ ഉടനെ ബേബി ഡിറ്റർജൻസ് വാങ്ങും. അത് വെച്ച് ഈ ക്ലോത്ത് പേപ്പർ കഴുകാൻ നിൽക്കരുത്. കാരണം ബേബി ഡിറ്റർജൻസ് എന്തോ വളരെ മൈൽഡാണ്. കുഞ്ഞുങ്ങൾക്ക് ഇടുന്ന ഉടുപ്പയിൽ വിയർപ്പോ ഒന്നും ആവുന്നില്ലോ, നമ്മൾ വീണ്ടും വീണ്ടും മാറ്റുന്നു, അപ്പോൾ കഴുകുന്നു എന്നുള്ളതല്ലേ. അപ്പോൾ അതിനാ മൈൽഡ് ഡിറ്റർജൻറ്റ് മതി. പക്ഷേ ഇതേ പറ്റുന്ന മൂത്രമാണ്, അതിന് മൈൽഡ് ഡിറ്റർജൻറ്റ് പോരാ. അതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റ് തന്നെ വേണം. അതിൽ ഫ്രാഗ്രൻസ് ഇല്ലാത്തത് വേണം. പലപ്പോഴും സർഫ് എക്സലാണ് ഏറ്റവും നല്ലത് ഡയപ്പർ വാഷ് ചെയ്യാൻ എന്ന് പറഞ്ഞേക്കാം നമ്മുടെ ഒരു സെറ്റപ്പിൽ. അതിൽ ലിക്വിഡ് അല്ല കേട്ടോ, ഡിറ്റർജൻറ്റ് പൗഡർ ഇല്ലേ, അതാണ് നല്ലത്. ലിക്വിഡിനകത്തൊക്കെ ഈ ഫ്രാഗ്രൻസ് ആഡ് ചെയ്യും. ഈ എക്സ്ട്രാ ഫ്രാഗ്രൻസ് അഡിക്റ്റീവായിട്ടില്ലാത്ത ഡിറ്റർജൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഈ ഫ്രാഗ്രൻസ് പോലുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ഉജാല മുക്കിയേക്കാന്നൊന്നും വിചാരിക്കരുത്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ, കണ്ടീഷണർ, ഈ കംഫർട്ടൊക്കെ പോലത്തെ കണ്ടീഷണറില്ലേ, അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കരുത്. കാരണം അതൊക്കെ ഈ മണമാണ് കൊടുക്കുന്നത്. ആ ഒരു സാധനം ഈ ക്ലോത്തിലോട്ട് ക്ലിങ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അബ്സോർപ്ഷൻ കുറയും. ഇതിൻ്റെ അബ്സോർപ്ഷൻ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അതിന് അവർ പറയുന്ന പോലെ തന്നെ അത് വാഷ് ചെയ്യാനും ഉണക്കാനും ഒക്കെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ അബ്സോർപ്ഷൻ പവർ അങ്ങനെ തന്നെ ഇരിക്കുന്നിടത്തോളം ഈ 300 വാഷ് വരെയൊക്കെ വളരെ സക്സസ്ഫുള്ളായി ലീക്ക് ഇല്ലാതെ നമുക്ക് ക്ലോത്ത് ഡയപ്പർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അത്യാവശ്യം പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനമല്ലേ ഇത്. അപ്പോൾ അത് നമ്മൾ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അവർ ഏറ്റവും പറയുന്ന ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഞാനത് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത്. എന്തെങ്കിലും കേട്ടറിവല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സക്സസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇത് കയ്യിൽ കാണിച്ചത് കൊണ്ട് ഞാനിത് എന്താണെന്ന് പറഞ്ഞുതരാം. ഇത് ഒരു ഈസി ക്ലീൻ ടോപ്പ് ഷീറ്റാണ്. ഇതെന്താണെന്നറിയാമോ, ഇതിൽ കുഞ്ഞിൻ്റെ പൂപ്പൊക്കെ വീണ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ ഈ ഫോസേ ഷാറില്ലേ, അത് വെച്ച് ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പം ക്ലോസറ്റിനകത്തോട്ട് അതങ്ങ് പോവും. ഇതിലൊന്നും പറ്റി പിടിച്ചിരിക്കില്ല. അല്ലെങ്കിൽ ഈ ഒരു പാഡയിൽ അതിൻ്റെ യെല്ലോ കളർ പിടിക്കും. ഇതിലാകുമ്പോൾ അങ്ങനെ പിടിക്കില്ല. അപ്പം അത് വേഗം നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിന് മുകളിൽ വെക്കുന്ന, ഇതിന് ഒട്ടും കട്ടിയില്ല, വളരെ തിന്ന, അതുകൊണ്ട് ഇത് അറിയത്തില്ല. ഇത് വളരെ സോഫ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ഷീറ്റ് അത് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ എന്താണെന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അങ്ങനത്തെ ചില കുഞ്ഞു കുഞ്ഞു പാർട്സ് സാധനങ്ങൾ മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. വളരെ ഈസിയാണ്. പക്ഷെ നമ്മളൊന്ന് ജനറൽ റിസർച്ച് നടത്തി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഈ സാധനം കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഇടിയിച്ച് നോക്കിയിട്ട് നടന്നില്ല എന്ന് പറയരുത്. ഇതിനകത്ത് ഇവർ പറയുന്ന ഈ ഫിറ്റ് കറക്റ്റായിരിക്കണം, വാഷ് കറക്റ്റായിട്ട് നോക്കണം. പിന്നെ വെയിലത്ത് മണിക്കൂറുകളോളം ഇട്ട് മരം പോലാക്കിയൊന്നും എടുക്കരുത്. വളരെ സോഫ്റ്റായിട്ടിരിക്കണം ഈ തുണി. അതിന് കുറച്ച് നേരം വെയിലത്തിട്ട് വെയിൽ കൊണ്ട് കഴിയുമ്പം, വെയിൽ എന്ന് പറഞ്ഞാൽ എന്താ, ബാക്ടീരിയൽ റിമൂവൽ നടക്കും ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ വെയിലത്തിട്ട് ഉണക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷെ കുറേ നേരം അങ്ങ് വെയിലത്തിട്ടരുത്. കുറച്ച് കഴിയുമ്പോൾ അതെടുത്ത് ഷെയ്ഡ്സിൽ വല്ലതും ഇട്ട് ഉണക്കിയെടുക്കണം. അതാകുമ്പോൾ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള അനുസരിച്ചിരിക്കും അത് എത്രത്തോളം പെർഫോം ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞിൻ്റെ സാധനമാണെന്നുള്ളത് കണക്കിലാക്കി ഓർത്ത് അത് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് വേണം ചെയ്യാൻ. പിന്നെ ഇതുണ്ടല്ലോ, നമുക്ക് വാഷിംഗ് മെഷീൻ ഇട്ട് നനയ്ക്കാം. ഇത് മുഴുവൻ തുണി മുഴുവൻ നനയ്ക്കുന്ന കാര്യം ഓർത്തിട്ട് കണ്ണ് മിഴിക്കണ്ട. ഞാൻ വാഷിംഗ് മെഷീനിലാണ് നനച്ചുകൊണ്ടിരുന്നത്. ഈ കുഞ്ഞിൻ്റെ സാധാരണ മൂത്രം പറ്റുന്ന തുണികളും ഈ ഡയപ്പേഴ്സും എല്ലാം കൂടെ
ആദ്യം ഒരു സൈക്കിൾ, ഒരു ഹാഫ് ആൻ അവർ വരുന്ന ഒരു സൈക്കിൾ അല്ലെങ്കിൽ 20 മിനിറ്റ്സ് വരുന്ന ഒരു സൈക്കിൾ ചെയ്യുക. അതാണ് പ്രീ വാഷ്. അതിനുശേഷം അപ്പോൾ ഒരു തവണ വാഷ് ചെയ്ത് കഴിഞ്ഞില്ലേ, അത് കഴിഞ്ഞ് ഇത് ക്ലീൻ ആട്ടോ. പിന്നെ നമ്മൾ നന്നായി തറോ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ നോർമൽ ലോണ്ടറി ഇല്ലേ, നമ്മുടെ എല്ലാം ഡ്രസ്സ് ഇട്ട് നനയ്ക്കുന്നത്, അതിൻ്റെ കൂടെ ഒന്നുകൂടെ ഒരു 40 മിനിറ്റ്സിൻ്റെ സൈക്കിൾ ഒന്നുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ ക്ലീൻ ആൻഡ് ക്ലിയർ ഡയപ്പർ വാഷ് ചെയ്ത് കിട്ടും. നമ്മൾ കൈ കൊണ്ട് നനച്ച് നടു ഓടിക്കേണ്ട പാടുമില്ല. അതാണ് ഇതിൻ്റെ കൺവീനിയൻസ്. നമ്മൾ വാഷിംഗ് മെഷീനിൽ നനയ്ക്കണം എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ കൺവീനിയൻസ് ഏറ്റവും ക്ലിയർ ആയിട്ട് മനസ്സിലാവുക. പിന്നെ ഇത് ഒരു ഡയപ്പറോ 2 ഡയപ്പറോ ഉള്ളൂ, എന്നും നനയ്ക്കാൻ പറ്റില്ല എന്ന് തോന്നുവാണെങ്കിൽ എന്നും നനയ്ക്കണ്ട കേട്ടോ. 48 hours വരെ ഇതിങ്ങനെ തന്നെ പൊതിഞ്ഞ് ബക്കറ്റിനകത്ത് അടച്ച് വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ഒരു 8-10 ഡയപ്പർ ആകുമ്പോൾ ഒരുമിച്ചിട്ട് നനച്ചാലും മതി. അതുകൊണ്ട് ഇങ്ങനത്തെ ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. ക്ലോത്ത് ഡയപ്പറിൻ്റെ വേറെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. കാരണം ഞാൻ ഈ എക്സ്ക്ലൂസീവായിട്ട് കുറേ നാൾ ക്ലോത്ത് ഡയപ്പർ ചെയ്തതുകൊണ്ട് ഇതിൻ്റെ പല ആസ്പെക്ട്സും എനിക്ക് പറയാൻ പറ്റും. പക്ഷേ ഇത്തരം ഒരു ബേസിക് അറിവുകളുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന ബ്രാൻഡ്, നിങ്ങൾ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ സൈറ്റിൽ നിന്നല്ല, ഫസ്റ്റ് ക്രൈന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈറ്റ് ഇ കൊമേഴ്സ് സൈറ്റിൽ നിന്നോ വാങ്ങുന്നെങ്കിൽ അത് ഏത് ബ്രാൻഡാണെന്ന് നോക്കിയിട്ട് ഫേസ്ബുക്കിൽ ഒരു സെർച്ച് നടത്തുക, കമ്മ്യൂണിറ്റി ഉണ്ടോ എന്ന്. അതുപോലെ തന്നെ അവരുടെ പേരൻറ്റ് വെബ്സൈറ്റ്, അവിടെ നിന്ന് വാങ്ങിച്ചില്ലെങ്കിലും പേരൻറ്റ് വെബ്സൈറ്റ് കയറി അതിൽ വീഡിയോസോ ഡിസ്ക്രിപ്ഷൻസോ ഒക്കെ ഉണ്ടാവും. അതൊക്കെ വായിച്ച് മനസ്സിലാക്കി എന്നിട്ട് വേണം ഇത് വാങ്ങിച്ച് ഉപയോഗിക്കാൻ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ചോദിച്ചാൽ എനിക്ക് അറിയാവുന്നതാണ്, ഞാൻ പറഞ്ഞുതരാം. കുറേ നാളായിട്ട് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് ഇതിൻ്റെ ഞാൻ ഉപയോഗിച്ച കമ്പനിയുടെ കമ്മ്യൂണിറ്റി സൈറ്റിൽ പലപ്പോഴും ഞാൻ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു. അവർ സംശയമൊക്കെ ചോദിക്കുമ്പോൾ അത് കൂടെയുള്ള അമ്മമാരൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരികയും ചെയ്യും.